സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറച്ചു കാലം കൊണ്ട് ഒരുപാട് ആരാധകരെ സമ്പാദിക്കാൻ നിവിൻ പോളിക്ക് സാധിച്ചിട്ടുണ്ട്. കരിയറിൻ്റെ ഒരു സമയത്ത് നിവിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്നായിരുന്നു നിവിൻ സേഫ് സോണിൽ മാത്രം അഭിനയിക്കുന്നു എന്നത്. അതായത് വിനീത്, അൽഫോൺസ് പുത്രൻ തുടങ്ങി ചുരുക്കം ചില സംവിധായകരുടെ ചിത്രങ്ങൾ മാത്രം കമ്മിറ്റ് ചെയ്ത് കോമഡി, അല്പം റൊമാൻസ് തുടങ്ങിയ ഫോർമുലകൾ മാത്രമുള്ള ഫീൽ ഗുഡ് ചിത്രങ്ങളിൽ മാത്രമേ നിവിൻ അഭിനയിക്കുന്നുള്ളൂ എന്നത്. വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാൻ നിവിൻ ഭയക്കുന്നു എന്നായിരുന്നു ചിലരുടെ ആരോപണം. എന്നാൽ നിവിൻ ഇപ്പോൾ ഈ ചട്ടക്കൂടിൽ നിന്നും പുറത്തു ചാടാൻ ഉറച്ചു തീരുമാനിച്ചിരിക്കുകയാണ്. സഖാവ് ഇതിന് ഒരു ഉദാഹരണം മാത്രം. പക്ഷേ നിവിൻ്റെ അഭിനയത്തെ പുകഴ്ത്തുമ്പോഴും എന്തുകൊണ്ടോ നിവിൻ്റെ പതിവ് ചിത്രങ്ങളുടെ അത്രയും തരംഗം സഖാവ് ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ചിട്ടില്ല. അതിന് കാരണം നിവിൻ്റെ പരിക്കൻ ഇമേജ് അല്ല ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ നിവിൻ മൂത്തോൻ എന്ന ഗീതു മോഹൻദാസ് ചിത്രവും കമ്മിറ്റ് ചെയ്യാൻ പോകുന്നു. നിവിൻ്റെ കരിയറിൽ ഇതുവരെയും ഏറ്റെടുക്കാത്തത്ര വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രമാണ് മൂത്തോനിലേത്. തല മുട്ടയടിച്ച് പരിക്കൻ ഇമേജിൽ ആയിരിക്കും ചിത്രത്തിൽ നിവിൻ പ്രത്യക്ഷപ്പെടുക. ചിത്രത്തിനു വേണ്ടി നിവിന് പ്രത്യേക ഗ്രൂമിംഗ് ക്ലാസുകൾ വരെ നൽകിയിരുന്നു. മൂത്തോനായി നിവിൻ മാറുമ്പോൾ നിവിൻ ഏറ്റെടുത്ത മറ്റൊരു കഥാപാത്രവും പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകും. നിവിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ട കഥാപാത്രമായിരുന്നു ഇവിടെ എന്ന ശ്യാമപ്രസാദ് ചിത്രത്തിലെ ക്രിഷ്. ഫഹദ് നിരസിച്ച ഈ വേഷം നിവിന് ഒട്ടും അനുയോജ്യമല്ലായിരുന്നെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലും പരിക്കനായ ഇമേജുള്ള മൂത്തോനിലെ കഥാപാത്രം നിവിൻ ഏറ്റെടുക്കുമ്പോൾ ഈ ഇമേജ് ചേഞ്ച് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. എന്താണേലും ഇവിടെ എന്ന ചിത്രത്തിൽ നിന്നും നിവിനിലെ നടൻ ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. സഖാവ് അതിനൊരു ഉദാഹരണം മാത്രം. ഇമേജ് പൊളിച്ചെടുക്കുന്ന ഒരു കഥാപാത്രത്തെ പൂർണ്ണതയിലെത്തിക്കാൻ നിവിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.